ഇടതുപക്ഷത്തെ മന്ത്രിമാർക്ക് സംഭവിച്ചത് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ? ഒരുപക്ഷെ വി.ഡി. സതീശനാണ് ഇക്കാര്യം ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്ന പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശന്റെ കണക്കുകൂട്ടലുകളെ ശരിവെക്കുന്ന തരത്തിലുള്ള ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചിത്രമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കാരണം ഇപ്പോൾ കിട്ടുന്ന ഫലസൂചനകൾ അനുസരിച്ച് ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് CPM-ന്റെ മിക്ക മന്ത്രിമാരും ഏതാണ്ട് പരാജയത്തെ തുടർന്ന് അഥവാ ശക്തമായ ഭരണവിരുദ്ധ തരംഗത്തെ തുടർന്ന് അടിപടലം നിശ്ചലമാകുന്ന അവർ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇത് തുടക്കത്തിൽ തന്നെ ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് അവർക്ക് ഭൂരിപക്ഷം കിട്ടേണ്ടുന്ന പ്രദേശങ്ങളിലൊക്കെ അവരുടെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കുറവാണ് എന്ന് മാത്രമല്ല, അവർക്ക് തിരിച്ചടി നേരിടുന്ന സ്ഥലങ്ങളിൽ അതിശക്തമായ തിരിച്ചടി നേരിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവരിൽ ചിലരൊക്കെ ഒരുപക്ഷെ അവസാന ഘട്ടത്തിൽ വിജയിച്ചു വന്നേക്കാം. എങ്കിലും ഇടതുപക്ഷത്തെ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടാൻ പോകുന്നത് CPM-ന്റെ മന്ത്രിമാർക്കാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിന്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അവസാന സമയത്ത് BJP-യും ഇടതുപക്ഷവും തമ്മിൽ ചില സ്ഥലങ്ങളിലൊക്കെ നീക്കുപോക്കുകൾ ഉണ്ടായി എന്നിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രചരണം ഏതാണ്ട് മൈനോറിറ്റി വോട്ടുകൾ ഇടതുപക്ഷത്തിന് വിരുദ്ധമായി ഏകോപിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. കാരണം തുടക്കത്തിൽ തന്നെ ഒരു ആരോപണം ഉയർന്നിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങൾ നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്, അഥവാ അതധികം പ്രശ്നമില്ലാതെ ഒതുക്കി കൊണ്ടുപോകുന്നത് BJP-യുമായി ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു ഭരണമാണ് ഇടതുപക്ഷം നടത്തുന്നത് എന്നുള്ള തരത്തിലുള്ള ശക്തമായ പ്രചരണം ഒരുപക്ഷെ ഇതര പാർട്ടികളിൽ നിന്ന്, പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഉയർന്നിരുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും സംശയമുണ്ടാക്കുന്ന പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകളും നമുക്ക് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉള്ള പ്രതികരണങ്ങൾ, അദ്ദേഹം ഒരിക്കൽ പോലും മോദിയെ പേരെടുത്ത് വിമർശിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള, അല്ലെങ്കിൽ പ്രത്യേകമായി പേരെടുത്ത് മോദിയെ വിമർശിക്കുന്നതിൽ പിണറായി വിജയൻ പരാജയപ്പെട്ടത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പല മൈനോറിറ്റി വിഭാഗങ്ങളും ഉയർത്തുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ പലയിടങ്ങളിലും BJP-യുടെ കയ്യിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ BJP നേതാക്കന്മാരിൽ നിന്ന് തന്നെ പലരിൽ നിന്നും പോയിട്ടുള്ള ഒരു സൂചനകൾ എന്ന് പറയുന്നത് തങ്ങളുടെ മുഖ്യ ശത്രുവായി കോൺഗ്രസ് ആണ് എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനം വന്നതും ഒരുപക്ഷെ ഇതൊക്കെ മൈനോറിറ്റി വോട്ടുകളെ ഏതാണ്ട് ഏകോപിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ BJP-യുടെ ഒത്താശയിൽ ഭരണം നടത്തുകയാണ്, അല്ലെങ്കിൽ BJP-യുടെ പിന്തുണയിൽ പല സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ BJP വോട്ട് ബാങ്ക് പലയിടത്തും ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുവാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു തോന്നൽ പല മൈനോറിറ്റി വിഭാഗങ്ങളുടെ ഇടയിലും, പ്രത്യേകിച്ച് BJP-ക്ക് വിജയസാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ആ വോട്ടുകളൊക്കെ കുറെയെങ്കിലും ഇടതുപക്ഷത്തെ സഹായിച്ചേക്കാം എന്നുള്ള തരത്തിലുള്ള പ്രചരണം ഒരുപക്ഷെ അത് UDF-ന് അനുകൂലമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അവർ ഭരിക്കാൻ നിയോഗിക്കപ്പെട്ട മന്ത്രിമാരെ തെരഞ്ഞുപിടിച്ച് ജനങ്ങൾ ശിക്ഷിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതേസമയം CPI-ക്ക് അത്ര വലിയ പരിക്ക് പറയാനില്ല മന്ത്രിമാരുടെ കാര്യത്തിൽ എന്നുള്ളതാണ്. അവരുടെ ഒരുപക്ഷെ നമുക്ക് നിശേഷം പറയാൻ കഴിയും, GR അനിലിനെ പോലെയുള്ള മന്ത്രിമാർ പുഷ്പം പോലെ നെടുമങ്ങാട് സീറ്റിൽ നിന്ന് വിജയിച്ചു കയറുന്ന ഒരു കാഴ്ച ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ പോലുള്ളവർ പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് കാണാനായിട്ട് കഴിയും. ഇതൊക്കെ നൽകുന്ന സൂചനകൾ എന്ന് പറയുന്നത് CPI-യെ സംബന്ധിച്ചിടത്തോളം മന്ത്രിമാരുടെ കാര്യത്തിൽ വലിയ പരിക്കില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ധർമ്മടത്ത് ചില സാഹചര്യങ്ങളിൽ പിന്നോട്ട് പോകുന്നു എന്നുള്ളത് ജനങ്ങൾ മണ്ടന്മാരല്ല എന്നും തിരഞ്ഞുപിടിച്ച് അവർ ശിക്ഷിക്കുന്നു എന്നുള്ള ചിത്രം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. പല മൈനോറിറ്റി വോട്ടുകളും തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കുവാൻ ഇടതുപക്ഷം കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒടുവിൽ ചില സൂചനകൾ, അവർ തന്നെ പുറത്തുവിട്ട ചില സൂചനകൾ അതൊരുപക്ഷെ മൈനോറിറ്റി വോട്ടുകൾ അവർക്കെതിരായി മാറ്റിയിട്ടുണ്ട്. UDF ആണ് തങ്ങളുടെ മുഖ്യ ശത്രു എന്ന് BJP-ക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള അവസരങ്ങളിൽ, അതുപോലെ തന്നെ ഇടതുപക്ഷം പുലർത്തിയിട്ടുള്ള BJP-യോട് അല്ലെങ്കിൽ കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയോട് പുലർത്തിയിട്ടുള്ള മൃദു സമീപനം എന്ന തരത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾ ഇതൊക്കെ UDF അനുകൂല ഘടകമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശൻ ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകുന്നതിന് ആണ് പല പഠനങ്ങളിലും, തെരഞ്ഞെടുപ്പ് പഠനങ്ങളിലൊക്കെ വി.ഡി. സതീശൻ ഒരു വലിയ പോപ്പുലാരിറ്റി, പ്രത്യേകിച്ച് വി.ഡി. സതീശൻ പുലർത്തിയുള്ള നിലപാടുകളിൽ
കണിശതയോടുകൂടി അദ്ദേഹം തുടർന്നതും അതൊക്കെ വിജയത്തിലെത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതും ഒരുപക്ഷെ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ശക്തമായി അദ്ദേഹത്തിന് ക്രെഡിബിലിറ്റി കൊണ്ടുവരുന്നതിനും ആരോഗ്യകരമായ ചർച്ചയിൽ അദ്ദേഹത്തിന് ഒരു മേധാവിത്വം പുലർത്തുന്നതിനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. എന്തായാലും എന്തുകൊണ്ട് മന്ത്രിമാർ പരാജയപ്പെടുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ, ഒന്ന് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്, രണ്ട് പിണറായി വിരുദ്ധത എന്നുള്ളത് ഒരുപക്ഷെ ജനങ്ങൾ അത് മനസ്സിൽ കണ്ടിട്ടുണ്ട്. മൈനോറിറ്റി വോട്ടുകൾ ഇടതുപക്ഷത്തിന് വിരുദ്ധമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശക്തമായ ട്രയാങ്കുലർ മത്സരം, അതായത് 3 മുന്നണികൾ പരസ്പരം മത്സരിക്കുക, അതിശക്തമായിട്ടുള്ള മത്സരം ഉണ്ടാവുക എന്നുള്ളത്. അവിടെ BJP പലപ്പോഴും കരുതിയിരുന്നത് ഇടതുപക്ഷം ക്ഷയിക്കുമ്പോൾ തങ്ങൾക്ക് നേട്ടമുണ്ടാകില്ല, കോൺഗ്രസ് ക്ഷയിച്ചാൽ നേട്ടമുണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ഇടതുപക്ഷത്തിന് ക്ഷീണം സംഭവിക്കുമ്പോൾ അത് BJPക്കും നേട്ടമായി മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ഇനിയെങ്കിലും ഇടതുപക്ഷം തിരിച്ചറിയണം. ഈ കോൺഗ്രസ് തകരുക വഴിയല്ല BJP കേരളം ഭരിക്കാൻ പോകുന്നത്. അഥവാ കേരളത്തിൽ എപ്പോഴെങ്കിലും BJP മേധാവിത്വം പുലർത്തുന്നെങ്കിൽ അത് കോൺഗ്രസ് ക്ഷയിക്കുക വഴി ആയിരിക്കില്ല, മറിച്ച് അത് ഇടതുപക്ഷം ക്ഷയിക്കുക വഴി ആയിരിക്കും എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഇടതുപക്ഷത്തിനും കുറെ BJP നേതാക്കൾക്കും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും മന്ത്രിമാരെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ജനങ്ങൾ വളരെ വ്യക്തമായ സൂചനയാണ് ഇടതുപക്ഷത്തിന് നൽകുന്നത്. ഇനിയെങ്കിലും ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം. തങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള അഥവാ ധാർഷ്ട്യത്തിനും അതുപോലെ തന്നെ ജനങ്ങളോട് ഉള്ള സമീപനത്തിലും ഒക്കെ ഇടതുപക്ഷം വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് നയങ്ങളെ രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ പാഠം. ഇപ്പോഴും നമ്മൾ കരുതുന്നത് ഇടതുപക്ഷം വളരെ വലിയ രീതിയിൽ അടപടലം പരാജയപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ UDF ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ട്രയാങ്കുലർ മത്സരം നടത്തുമ്പോൾ UDF മേധാവിത്വം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇടതുപക്ഷം ശക്തമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മുൻപൊക്കെ നമ്മൾ കരുതിയിരുന്നത് BJPക്ക് നേട്ടം ഉണ്ടാകുന്നെങ്കിൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നൊക്കെ പറഞ്ഞ് ശക്തമായ പ്രചരണം നടത്തിയിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ അറിയേണ്ടത് കോൺഗ്രസ് ക്ഷയിച്ചാൽ BJP വളരുമെന്നുള്ള നനുത്ത കണക്കൂട്ടലുകൾ, തെറ്റായ കണക്കൂട്ടലുകളായിരുന്നു ഇടതുപക്ഷത്തിനും പൊതുവെ പല വിഭാഗങ്ങൾക്കും ഉള്ളത്. നമ്മൾ അറിയേണ്ടത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന മൈനോറിറ്റി വോട്ട് ബാങ്കുകൾ ചേർന്നാണ്. അത് അത്ര പെട്ടെന്ന് തകർത്തെറിയ സാധ്യമല്ല. BJP നേട്ടം ഉണ്ടാക്കുന്നെങ്കിൽ ഏറ്റവും വലിയ തിരിച്ചടി ലഭിക്കുവാൻ പോകുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാണ്. ഇടതുപക്ഷം പല സമയത്തും കാണിച്ചിട്ടുള്ള മൃദു സമീപനങ്ങൾ അത് ഇടതുപക്ഷത്തിന് തന്നെ വിലയായി മാറുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ മൈനോറിറ്റി വിഭാഗങ്ങളൊക്കെ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുന്ന ഒരു കാഴ്ച ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അത് ശരിയാണ് എന്ന് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്തായാലും 90 സീറ്റുകൾക്കപ്പുറം UDF സീറ്റുകൾ പോയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.